പറഞ്ഞതുപോലെ വലിയ അഭിമാനം, വലിയ ആവേശം, വലിയ പ്രതീക്ഷകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തുന്നത് എന്നുള്ളതും വളരെ പ്രിയപ്പെട്ട കാര്യമാണ്. തീർച്ചയായും ഇന്നത്തെ ഈ ചടങ്ങുകൾക്ക് ശേഷം ദുബായ്, സലാല തുറമുഖങ്ങൾ, സിംഗപ്പൂർ തുറമുഖങ്ങൾക്കൊപ്പം എഴുതി ചേർക്കുന്ന പേരായി വിഴിഞ്ഞം മാറുന്നു. ഇനി അതിന് 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. എൽദോ, നമുക്ക് മദർഷിപ്പ് ഈ വിഷ്വലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ എത്തിയ സാൻ ഫെർണാണ്ടോ അവിടെ ബർത്തിൽ ഉണ്ട്, അവിടെ കണ്ടെയ്നറുകളുമായി ബർത്തിലുണ്ട്. കണ്ടെയ്നറുകളുടെ നീക്കം ചെയ്യുന്ന ഇറക്കുന്ന പരിപാടികളൊക്കെ ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് കണ്ടെയ്നറുകൾ കാണാം. അത് വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകളിലേക്കാണ് സാൻ ഫെർണാണ്ടോ ഇന്നലെ തീരമറിഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇനി 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പാണുള്ളത്. അതിഥികൾ എത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വിഴിഞ്ഞത്തുണ്ട്. അത് നമുക്ക് തീരത്ത് കാണാം, ഒപ്പം തന്നെ കടലിലും കാണാം. കടലിന് ചുറ്റും തന്നെ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സർവസജ്ജരായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ സുരക്ഷ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് കാണാം ഈ തീരം കേരളത്തിന്റെ തീരദേശ മേഖലയിലെ ഒരു സാധാരണ തീരപ്രദേശമായിരുന്നു വിഴിഞ്ഞം. പക്ഷേ നോക്കൂ, അനന്തമായ കടലാണ് നമുക്ക് ചുറ്റും കാണുന്നത്. തിര ആർത്തലച്ച് അടിക്കുകയാണ്. വലിയ വെയിലുണ്ട്. രാവിലെ 8:30 മണിയേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പോലും പൊള്ളിയിട്ട് നിൽക്കാൻ പറ്റാത്ത അത്ര വെയിലാണ് ഇവിടെ. ഈ അനന്തമായ കടൽ അത് തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ പ്രതീക്ഷകളുടെ സൂചകവും. അനന്തമായ പ്രതീക്ഷയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് നമുക്കുള്ളത്. ഈ കടൽ എത്രമാത്രം അനന്തമാണോ അത്രയും അനന്തമായ സാധ്യതകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതൊക്കെ പ്രയോജനപ്പെടുത്തുക, അത് നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന് ഒക്കെ നേട്ടമായി ഭവിക്കും. അവിടെ വസിക്കുന്ന ഓരോ ആളുകൾക്കും അത് തൊഴിലായിട്ടായാലും സാമ്പത്തിക പുരോഗതിയായിട്ടായാലും ഒക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. രാജ്യത്തിന്റെ വികസന കുതിപ്പിനാക്കം കൂട്ടുന്ന സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. കമ്മീഷനിംഗ് ഒക്ടോബറിൽ നടക്കുമെന്ന് ഇന്നലെ VN വാസവൻ നമ്മളോട് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഫീഡർ കപ്പലുകളാണ്. ഫീഡർ കപ്പലുകൾ ഇന്നു മുതൽ എത്തിത്തുടങ്ങുമെന്നുള്ളതാണ്. കാരണം ഈ നേരത്തെ ഡാനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡ് മാർഗം ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോവുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമല്ല. അതിന്റെയൊക്കെ പണികൾ, അനുബന്ധമായ നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോഴായിരിക്കും ഏതാണ്ട് 9,700 കോടിയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളിലേക്ക് കൂടി വിഴിഞ്ഞം പോർട്ട് കടക്കുകയാണ്. അത് പൂർത്തിയാകുമ്പോഴായിരിക്കും ഈ ഗതാഗത സംവിധാനങ്ങൾ കുറച്ചുകൂടി യാഥാർത്ഥ്യമാകുക. അപ്പോഴേക്കും ഈ ഫീഡർ കപ്പലുകൾ വഴിയാണ് ഈ കണ്ടെയ്നറുകൾ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഫീഡർ കപ്പലുകളുടെ വരവ് കൂടി ആകുന്നതോടുകൂടി തുറമുഖം സജീവമാവുകയാണ് ഇന്നു മുതൽ. നേരത്തെ പറഞ്ഞതുപോലെ കമ്മീഷനിംഗ് ഒക്കെ ഒക്ടോബറിലാണ് എങ്കിൽ പോലും വരുമാനം വന്നു തുടങ്ങി എന്നുള്ളത് നിർണായകമാണ്. ഇപ്പോൾ ആർക്കാണ് വരുമാനം, സംസ്ഥാന സർക്കാരിന് എത്ര പങ്കാളിത്തം ഉണ്ടാകും, എന്താണ് പൊതുജനങ്ങൾക്കുള്ള പ്രയോജനം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഒരുപക്ഷെ 5-10 വർഷത്തിന് ശേഷമായിരിക്കും. അത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ചെയ്യേണ്ട ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ്, അതിന്റെ നാഴികക്കല്ലാകുന്ന പദ്ധതിയുടെ പൂർത്തീകരണമാണ്. അതിന്റെ തൊട്ടടുത്താണ് ഒരു സ്വപ്ന സാഫല്യം എന്നൊക്കെ സംസ്ഥാനത്തിന് പറയാവുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അഭിമാനത്തോടു കൂടി തന്നെ എനിക്കും രേണുകയ്ക്കും ഒക്കെ ഇവരും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ വലിയ കുതിപ്പേകുന്ന വലിയൊരു സംവിധാനമായി ഇത് മാറുന്ന പശ്ചാത്തലമുണ്ട്. MG മിഥുനിലേക്ക് കൂടി ഒന്നുകൂടെ പോകാം അല്ലെ? മിഥുന്, ഞങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ്. നഗരത്തിൽ നിന്ന് 10-17 കിലോമീറ്റർ മാത്രം അകലെയുള്ള വികസനത്തിന് തലസ്ഥാന നഗരിയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ അതിന്റെ സംസ്ഥാന സർക്കാർ അടക്കം പങ്കുവെക്കുന്ന ഒരു പ്രതീക്ഷ എന്താണ്? LDF ആണോ UDF ആണോ ഇതിന്റെ കാരണക്കാർ എന്നുള്ള ചർച്ചകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ പൊതുവായ താല്പര്യം നമ്മൾ നോക്കുമ്പോൾ പങ്കുവെക്കുന്ന പ്രതീക്ഷകൾ ഈ രംഗത്തുള്ള വിദഗ്ധരടക്കം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? ശരി, മിഥുനിലേക്ക് വരാം. അല്പസമയത്തിനകം മിഥുനിലേക്ക് വരാം. എന്തായാലും അനന്തമായ സാധ്യതകളും പ്രതീക്ഷകളുമാണ് വിഴിഞ്ഞം തുറന്നു വെക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് 12 തുറമുഖങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുണ്ട്. അതിലൂടെയാണ് ഏതാണ്ട് 60% രാജ്യത്തിന്റെ ചരക്ക് നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷെ അവിടങ്ങളിൽ പോലും കൂറ്റൻ മദർഷിപ്പുകൾക്ക് തുറമുഖത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറു കപ്പലുകളിൽ കണ്ടെയ്നറുകൾ നമ്മൾ കൊളംബോ തുടങ്ങിയ ചൈനയിലേക്കുമൊക്കെയുള്ള തുറമുഖങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നാണ് പ്രധാനമായും ഈ ചരക്ക് നീക്കം നടക്കുന്നത്. പക്ഷേ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇനി കേരളത്തിലേക്ക്, നമ്മുടെ വിഴിഞ്ഞത്തേക്ക് അത്തരം ചരക്ക് നീക്കങ്ങളുടെ പ്രധാന ഇടമായി ഈ വിഴിഞ്ഞം മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലാണ്. നമുക്കറിയാം, നമുക്ക് കയറ്റുമതി കുറവും ഇറക്കുമതി കൂടുതലും ഉള്ള രാജ്യമാണ് നമ്മളുടേത്. നമ്മളുടെ ചരക്കുകൾ നേരിട്ട് നമ്മളുടെ നാട്ടിൽ തന്നെ എത്തിക്കാനായാൽ ആ ചരക്ക് നീക്കത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന തുക വലിയ രീതിയിൽ ലാഭിക്കാൻ കഴിയും. അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ തന്നെ
ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം അത്രമേൽ പ്രധാനപ്പെട്ടതാകുന്നത്. ഈ മദർഷിപ്പുകൾക്ക് അടുക്കാനാകുന്നു എന്നത് നമ്മളുടെ രാജ്യത്തെ മാത്രമല്ല സ്വാധീനിക്കുക, നമ്മളുടെ അയൽ രാജ്യങ്ങളും ഇനി അവരുടെ ചരക്ക് നീക്കങ്ങൾക്ക് നമ്മളെ ആശ്രയിക്കുന്ന, നമ്മളുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തെ ആശ്രയിക്കുന്ന വലിയ സാധ്യതകൾ നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിന്റെ ഒരു പ്രധാന ഹബ്ബായി തന്നെ വിഴിഞ്ഞം തുറമുഖം മാറാനുള്ള നീക്കമാണ്. ഈ മദർഷിപ്പ് ഇവിടെ നമ്മുടെ ബെർത്തിൽ സ്വാഭാവികമായി 24 മീറ്റർ ആഴമുള്ള നമ്മുടെ ഈ തീരത്ത് ഇവിടെ അടുപ്പിച്ചതോടുകൂടിയാണ് അതിന്റെ സാധ്യതകൾ യാഥാർത്ഥ്യമായി തുടങ്ങുന്നത്. കമ്മീഷനിങ് ഒക്ടോബറിൽ, പിന്നീട് പല ഘട്ടങ്ങളിലായി 4 ഘട്ടങ്ങളോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇത്തരം വലിയ വലിയ സാധ്യതകൾ നേരിട്ടും അല്ലാതെയും ഉള്ള ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, അത് ഓരോ കുടുംബത്തിനും ഉണ്ടാക്കുന്ന മാറ്റം, ഇതൊക്കെ വലിയ സ്റ്റുഡിയോയിലേക്ക് തിരികെ പോകണം. അവിടെ എൽദോ ഉണ്ട്. വിഴിഞ്ഞവുമായി തന്നെ ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ബാക്ക് ടു എൽദോ. താങ്ക് യു രഞ്ജിത്ത് ആൻഡ് രേണുക. ഞാൻ വിഴിഞ്ഞം